ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സ്റ്റെഫിയെയും സ്റ്റെഫിയുടെ കൂട്ടാളികളെയും ആ കാടിനുള്ളിൽ ഉപേക്ഷിച്ച് അവിടെ മൃഗങ്ങൾക്ക് തീറ്റയായി കൊടുത്ത് അവരവിടെ നിന്നും പോരുകയാണ്. അതായത് കിരണും അതുപോലെ തന്നെ രതീഷും പിന്നെ ഇവനാണെങ്കിൽ വേലു ആണെങ്കിൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ വേലുവിന്റെ ഊരിലേക്ക് തിരിച്ച് പോവുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം എന്തായാലും ആ കാര്യങ്ങളൊക്കെ ന്യൂസിൽ അങ്ങനെ വരികയാണ്. ടൂറിസ്റ്റുകാർ വന്നപ്പോൾ അറിയാതെ അവിടുത്തെ ബോർഡ് ഒന്നും ശ്രദ്ധിക്കാതെ അവരകത്തേക്ക് കടന്നത് കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇപ്പോൾ ഈ മാസം ഇപ്പോൾ കുറെ മരണങ്ങളായി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ന്യൂസിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മുടെ കല്യാണിയോട് കാര്യങ്ങളൊക്കെ തന്നെ വന്ന് പറയുന്നുണ്ട് കിരൺ. അതുപോലെ തന്നെ ലക്ഷ്മി അമ്മയെയും കാർത്തികയുടെ അരികിലേക്കും വരികയാണ്. അവളിങ്ങനെയൊക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പൊ അവിടുത്തെ സെക്യൂരിറ്റിയെ ഒരു ആട്ടാട്ടുന്നുണ്ട് നമ്മുടെ രതീഷും അതുപോലെ തന്നെ കിരണും. നിങ്ങൾ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട, ഒരാൾ ഉറങ്ങുന്ന സമയത്ത് ഒരാൾക്ക് നോക്കിയിരിക്കായിരുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ ശാരി വാർത്ത കാണുമ്പോൾ ശാരിക്ക് നല്ല സംശയമുണ്ട്. ശാരി പറയുന്നുണ്ട്, ഇനിയിപ്പോ ആ സ്റ്റെഫി എന്ന് പറയുന്നവൾ ജയിലിൽ ചാടിയല്ലോ, അവളായിരിക്കും ഇനി ആ കാടിനുള്ളിൽ മരണപ്പെട്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതൊന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട്. അല്ല, ഇത് രാഹുലേട്ടൻ അവിടെയാണല്ലോ മരണപ്പെട്ടത്, അതേ സ്ഥലം തന്നെയാണല്ലോ ഇത്, അതുകൊണ്ട് ഞാൻ സംശയം ചോദിച്ചതാണെന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ അവിടേക്ക് കിരൺ വരുന്നുണ്ട്. എന്തായാലും കിരണിനോട് നേരിട്ട് തന്നെ ശാരി അത് ചോദിക്കുകയാണ്. അപ്പൊ പറയുന്നുണ്ട്, എനിക്കൊന്നും അറിയില്ല, അതൊന്നും ആവില്ല, വല്ലവരും ടൂറിസ്റ്റുകാരൊക്കെ വന്നതായിരിക്കും എന്ന് കിരൺ മറുപടി പറയുകയാണ്. അങ്ങനെ അതിനുശേഷം അച്ഛനെയും അമ്മയെയും മാറ്റി നിർത്തിക്കൊണ്ട് അച്ഛനോടും അമ്മയോടും സത്യങ്ങളൊക്കെ തുറന്നു പറയുകയാണ് നമ്മുടെ കിരൺ. അതേസമയത്ത് ശാരി മനസ്സിൽ കരുതുന്നുണ്ട്, എനിക്കറിയാതെ സത്യങ്ങളൊക്കെ, നിങ്ങളൊക്കെ എന്നിൽ നിന്ന് എത്രയൊക്കെ മറച്ചു പിടിച്ചാലും എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാമെന്നിങ്ങനെ ശാരി പറയുകയും ചെയ്യുന്നുണ്ട് മനസ്സിലങ്ങനെ. അതിനുശേഷം ഇനിയിപ്പോ പേടിക്കാനുള്ളത് വിക്രം എന്ന് പറയുന്ന ഒരുത്തനാണ്. അവനാണ് ഇനി നമ്മുടെ ശത്രു ആയിട്ടുള്ളത്. പിന്നെ എല്ലാവരും കൊന്നൊടങ്ങി, ഇനിയിപ്പോൾ ആരെയും പേടിക്കാതെ ജീവിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ വിക്രത്തിനെ തന്നെയാണ് കാണിക്കുന്നത്. വിക്രാണെങ്കിൽ ജയിലിൻ്റെ അകത്ത് പരോള് കിട്ടുകയാണ്. അപ്പോൾ വലിയ വെല്ലുവിളികളൊക്കെ മനോഹറിനോട് നടത്തുന്നുണ്ട്. ഞാൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ശത്രുക്കളായിട്ടുള്ളവരൊക്കെ തന്നെ ഞാൻ കൊന്നൊടുക്കും, അത് ഉറപ്പാണെന്ന് പറയുമ്പോൾ മനോഹർ പറയുന്നുണ്ട്, എൻ്റെ പ്രിയപ്പെട്ടവര്, എന്നെ ഇഷ്ടപ്പെടുന്നവര് വല്ലവരെയും നീ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിന്റെ മരണം എൻ്റെ കൈകൊണ്ടായിരിക്കോടെ എന്ന് പറയുന്നുണ്ട്. അത് അവരെ കൊന്നു കഴിഞ്ഞിട്ട് ഇപ്പം എൻ്റെ മരണമായാൽ എനിക്കൊരു കുഴപ്പവുമില്ല എന്ന് തിരിച്ച് വിക്രം മറുപടി പറയുകയാണ്. എന്തായാലും നമ്മുടെ മനോഹറിന് പേടിയാകുന്നുണ്ട്. തൻ്റെ മകളെയും ഭാര്യയെയും ഒക്കെ സംരക്ഷിക്കുന്നത് കിരണും കല്യാണിയും ഒക്കെയാണ്. അതുപോലെ തന്നെ അവരോട് ഒരുപാട് കടപ്പാടുകളൊക്കെ തന്നെയുണ്ട്. അത് അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഒരു പേടിയുണ്ട്. എന്നാലും മുന്നേ തന്നെ അവൻ കത്ത് അയക്കുന്നുണ്ട്. മനോഹർ കത്ത് അയക്കുകയാണ് നാട്ടിലോട്ട്. അപ്പൊ കിരൺ ആ കത്ത് വായിക്കുകയും ഇങ്ങനെ വിക്രം പുറത്തിറങ്ങാൻ പോകുന്ന കാര്യം ആ കത്തിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അവര് കരുതിയിരിക്കുകയാണ്. അതിനുശേഷമാണെങ്കിൽ വിക്രം പുറത്തിറങ്ങുകയാണ്. അങ്ങനെ പുറത്തിറങ്ങുന്ന സമയത്ത് എല്ലാവരും പറയുന്നുണ്ട്, സൂക്ഷിക്കണം, അതായത് കല്യാണിയും പിന്നെ കാർത്തികയാണ് സൂക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യം പറയുകയാണ്. അപ്പൊ ലക്ഷ്മി അമ്മ പ്രകാശൻ അങ്ങനെ നിൽക്കുന്നുണ്ട്, അതുപോലെ കല്യാണിയുണ്ട്, കാർത്തികയുണ്ട്. അപ്പൊ ലക്ഷ്മി അമ്മ പറയുകയാണ്, അവനക്ക് ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് കല്യാണിമോള് തന്നെയായിരിക്കും, കല്യാണിമോളെ ആയിരിക്കും അവൻ ആദ്യം കൊല്ലാൻ വരുന്നത്. ഈ ഒരവസ്ഥയിൽ കല്യാണിമോൾക്ക് അവനെ എതിർത്ത് നിൽക്കാനുള്ള ആരോഗ്യം പോലും ഇല്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അവനെന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു ഭയത്തിൽ അങ്ങനെ നമ്മുടെ ലക്ഷ്മി അമ്മ നിൽക്കുകയാണ്. അങ്ങനെ അതിനുശേഷം ഇത് കേൾക്കുന്ന പ്രകാശനാകെ ടെൻഷൻ ആവുന്നുണ്ട്. പ്രകാശൻ പറയാണ്, ഒരിക്കലും എൻ്റെ മോളെ അവൻ തൊടാൻ ഞാൻ സമ്മതിക്കില്ല, എൻ്റെ മോൾക്ക് എന്തെങ്കിലും അപകടം ഉണ്ടാവുകയാണെന്ന് അറിഞ്ഞാൽ ഞാൻ അവനെ വെറുതെ വിടില്ല എന്നും നമ്മുടെ പ്രകാശൻ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ വിക്രം പുറത്തിറങ്ങുകയാണ്. നേരെ സരയുവിനെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. സരയുവിനെ കാണുന്നുണ്ട്. എൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ആ കല്യാണിയും അതുപോലെ കാർത്തികയുമാണ്. അവർ രണ്ടുപേരെയും തീർക്കണം. അതിനുശേഷം എനിക്ക് വധശിക്ഷ കിട്ടിയാലും എനിക്കൊരു കുഴപ്പവുമില്ല എന്ന് വിക്രം തീർത്ത് പറയുകയാണ്. അപ്പോൾ സരയ് പറയുന്നുണ്ട്, അതെ, അത് തന്നെയാണ് നല്ലത്, നീ അവരെ കൊല്ലണം. എന്റെയും ശത്രു എന്ന് പറയുന്നത് കല്യാണിയാണ് എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് സരയു. പിന്നെ കിരണെ നീ ഒന്നും ചെയ്യരുത്, കിരൺ എൻ്റെ ഭർത്താവായി എനിക്ക് വേണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പം അവനൊന്ന് ഞെട്ടിപ്പോവുകയാണ്. അതെ, എൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കിരണുമായിട്ടുള്ള ഒരു ജീവിതം. ആ മനോഹർ എന്ന് പറയുന്നവനെ ഇനി എൻ്റെ ജീവിതത്തിൽ വേണ്ട. എൻ്റെ കുഞ്ഞിന് അച്ഛനായിട്ട് എൻ്റെ ഭർത്താവായിട്ട് ഇനിയിപ്പം
കിരൺ തന്നെ വേണമെന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോ അവന്റെ കുഞ്ഞിനെയും ഞാൻ എന്റെ സ്വന്തം മകനെ പോലെ വളർത്തിക്കോളാം. അതിലിപ്പോ കരടായി നിൽക്കുന്നത് കല്യാണിയാണ്. അവളെ നീ ഇല്ലാതാക്കണമെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിന് നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം എന്നും പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ രണ്ടും കൽപ്പിച്ച് നമ്മുടെ വിക്രം നേരിട്ട് അവരുടെ അരികിലേക്ക് തന്നെ വരികയാണ്. അതുപോലെ അവന്റെ കയ്യിൽ തോക്കാണുള്ളത്. അപ്പോൾ സരയു ആണെങ്കിൽ ഇവരുടെ ഒപ്പം തന്നെ കൂടിയിരിക്കുകയാണ്. ഇവരുടെ ഒപ്പം കൂടെ നിന്നിട്ട് കല്യാണിയെ നടത്തിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. അപ്പൊ സരയു ഉണ്ട് കൂടെ കാറിൽ. അങ്ങനെ അവരൊരു ഗ്രൗണ്ടിൽ അങ്ങനെ ഇറങ്ങിയിട്ട് നടന്നു പോവുകയാണ്. വളരെ ദൂരത്ത് നിന്നും ഒരു തോക്ക് എടുത്തിട്ട് നമ്മുടെ കല്യാണിയുടെ തലയുടെ പുറകിലായിട്ട് വെടിവെക്കുകയാണ്. കിരൺ അത് പെട്ടെന്ന് കാണില്ല, ഇവനിങ്ങനെ വന്ന് നിൽക്കുന്നത്. വെടിയുടെ ഒച്ച കേൾക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് അടുത്ത നിമിഷം തന്നെ നമ്മുടെ കല്യാണി അവിടെ വീഴുകയും കയ്യിൽ ഒരുപാട് തലയിൽ നിന്ന് രക്തം ഇങ്ങനെ ഒലിച്ചു പോകുന്നതായിട്ട് കാണുന്നത്. ഇത് കാണുന്ന സരയുവിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. പക്ഷേ അത് എന്തായാലും നമ്മുടെ സരയുവിന്റെ അതിമോഹം മാത്രമാണ്. അവൾ ഒരു സ്വപ്നം കണ്ടതാണ്. അവൾ ഒരിക്കലും അതൊന്നും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളാണ്. അങ്ങനെ അതിനുശേഷം നമ്മുടെ വിക്രം ഇതുപോലെ ഇവളെ കൊല്ലാൻ വേണ്ടി വരുന്ന സമയത്ത് ഈ പറയുന്ന കിരൺ തന്നെയാണ് അവന്റെ കയ്യിലെ ആ തോക്ക്, അവന്റെ കയ്യിൽ എന്താണ് ആയുധമുള്ളതെന്ന് വെച്ചാൽ അതൊക്കെ തട്ടിത്തെറിപ്പി വെക്കുന്നതും അതുപോലെ തന്നെ അവനെ തല്ലിച്ചതയ്ക്കുന്നതും. ഇനിയിപ്പോ വിക്രമായിട്ട് മാത്രം ബാക്കി വെക്കേണ്ട വിക്രത്തിന്റെയും ജീവിതത്തിലെ അവസാനം ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഈ പറയുന്ന കാട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുകയും അതുപോലെ അവനെ അവിടെ കളഞ്ഞിട്ടിട്ട് പോരുകയും ചെയ്യുന്ന ഭാഗമൊക്കെയാണ്. അത് എല്ലാത്തിനും കൂട്ടു നിൽക്കുന്നത് പ്രകാശൻ തന്നെയാണ്. പ്രകാശൻ അവനെ കൊന്നു കളഞ്ഞേക്ക് എന്ന് തന്നെ പ്രകാശൻ മറുപടി പറയുകയാണ്. അങ്ങനെ എല്ലാ ശത്രുക്കളെയും കൊന്നൊടുക്കുമ്പോൾ ഈ പറയുന്ന CI ആണെങ്കിൽ CI നമ്മുടെ കിരണ് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവന്റെ സ്വഭാവമൊക്കെ മനസ്സിലാക്കി എല്ലാ ശത്രുക്കളെയും ഇല്ലാതാക്കിയത് അറിഞ്ഞ CIക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. എന്തായാലും CI കിരണിനെ അഭിനന്ദിക്കുകയും അതുപോലെ തന്നെ കിരണ് വേണ്ട എല്ലാ സഹായങ്ങളും CIയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം കല്യാണിക്കും അതുപോലെ അസുഖങ്ങളൊക്കെ ഭേദമായി നല്ലൊരു ജീവിതം, നല്ല സന്തോഷ നിമിഷങ്ങൾ തന്നെയാണ് കല്യാണിയുടെ ജീവിതത്തിൽ ഇനി ഉണ്ടാകാൻ പോകുന്നത്. എന്തായാലും ഇതൊക്കെ ഈ കഴിഞ്ഞവരൊക്കെ മരണപ്പെട്ടവരെല്ലാം തന്നെ പ്രത്യക്ഷത്തിലുള്ള ശത്രുക്കളായിരുന്നു. പരോക്ഷത്തിലുള്ള ശത്രു എന്ന് പറയുന്നത് നമ്മുടെ സരയുവാണ്. സരയുവിനെയാണ് അവസാനമായിട്ട് സരയുവിന്റെ എല്ലാ കള്ളത്തരങ്ങളും മനസ്സിലാക്കുന്നതും അതുപോലെ സരയു എന്തൊക്കെ പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടെന്നും കുറച്ചു നാൾ നന്നായെങ്കിലും അതിനിടയിൽ അവൾ മാറിയെന്നും അതുപോലെ തന്നെ ഇനി കല്യാണിയെ കൊല്ലണമെന്ന ഒരൊറ്റ മനസ്സോടു കൂടിയാണ്, അതുപോലെ തന്നെ കിരണിനെ സ്വന്തമാക്കണമെന്നുള്ളൊരു മനസ്സോടു കൂടിയാണ് സരയു നടക്കുന്നത് എന്നുള്ള കാര്യം കിരൺ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ കല്യാണിയും താര അത് തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. അവൾക്ക് അറിയാവുന്ന ഭാഷയിൽ അവൾ അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ശാരിയോടും അവർ ഒരുപാട് ദേഷ്യം കാണിച്ച് ശാരിയെയും ആട്ടിയിറക്കുകയാണ്. ശാരി പറയുന്നുണ്ട്, ഇല്ല ഞാൻ എൻ്റെ മോളുടെ ഒപ്പം കൂടെ ഞാൻ നിന്നിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ശാരിയുടെയും അവസ്ഥ ശാരിയെയും സരയുനെയും അടിച്ചിറക്കുകയാണ്. സ്വന്തം കുഞ്ഞിനെ പോലെ കല്യാണി വളർത്തുകയും കുഞ്ഞിന്റെ അച്ഛനെ അതായത് മനോഹറിനെ മാസത്തിലൊരിക്കലും കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ നല്ലൊരു സന്തോഷ നിമിഷങ്ങൾ തന്നെയാണ്. അതിനിടയിൽ നമ്മുടെ കല്യാണി അടുത്ത കുഞ്ഞിനെ ഗർഭിണിയാവുകയും അടുത്ത കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്യും. എന്തായാലും ഉടനെ തന്നെ ക്ലൈമാക്സ് ആണ്, കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.